ബോക്സ് ഓഫീസിൽ $1.5 ബില്യൺ കളക്ഷൻ നേടിയ അവതാർ ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത് ചിത്രം അവതാർ ഫയർ ആൻഡ് ആഷ് ഡിജിറ്റൽ വരവിന് തയ്യാറെടുക്കുന്നു. ഭാവന കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും ജെയിംസ് കാമറൂൺ സൃഷ്ടിച്ച സ്വപ്ന ലോകമായിരുന്നു അവതാർ. 1200 കോടിയുടെ ബ്രഹ്മാണ്ഡ ബജറ്റിൽ ഒരുക്കിയ ആദ്യ ഭാഗം നമ്മളെ കൊണ്ടുപോയത് മനുഷ്യഭാവനകൾക്കപ്പുറത്തൊരു വിചിത്ര ലോകത്തേക്കായിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. മറ്റ് 2 ഭാഗങ്ങളും സമ്മാനിച്ച സിനിമാനുഭവം മറിച്ചായിരുന്നില്ല. അവതാർ ഇനിയും കാണാത്തവർക്കായി എന്താണ് അവതാർ, എന്താണ് പാൻഡോറ, ആരാണ് നാവികൾ, എന്തൊക്കെയാണ് ആദ്യ ഭാഗങ്ങളിൽ നടന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. ശാസ്ത്രം ഒരുപാട് വളർന്ന ഒരു കാലത്താണ് അവതാർ സിനിമ നടക്കുന്നത്. വർഷം 2154. ഈ സമയം മനുഷ്യർ ഭൂമിയിലെ എനർജി സോഴ്സുകളെല്ലാം തന്നെ ഉപയോഗിച്ച് തീർത്തിരുന്നു. ഇനി കഥ പോകുന്നത് നായകൻ ജേക്ക് സുള്ളിയിലേക്കാണ്. പട്ടാളക്കാരനായിരുന്നു ഇദ്ദേഹം. ഒരു മിഷനിടയിലെ പരിക്കില് അദ്ദേഹത്തിന്റെ കാലുകൾ തളർന്നുപോയി. കാലുകൾ ശരിയാക്കാനുള്ള സർജറിക്ക് വളരെ വലിയൊരു തുക വേണമായിരുന്നു. ജേക്ക് സുള്ളി അത്ര സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാല് ശരിയാക്കണം, എഴുന്നേറ്റ് നടക്കണം എന്ന ആഗ്രഹമൊക്കെ വെറും സ്വപ്നം മാത്രമായി തന്നെ നിന്നു. ജീവിതം വെറുത്ത് മടുത്ത് അങ്ങനെ കഴിയുമ്പോഴാണ് ജേക്സിനെ തേടി 2 പേരെത്തുന്നത്. കഥയുടെ സുപ്രധാന ടേണിംഗ് പോയിന്റ് അവിടെയാണ്. ഈ ജേക്ക് സുള്ളിയുടെ ഇരട്ട സഹോദരൻ തോമസ് സുള്ളി ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട ഈ തോമസിന് മേല് തങ്ങൾ കുറച്ചധികം പണം ചെലവഴിച്ചിട്ടുണ്ട്, നിനക്ക് തോമസിന് പകരക്കാരനാവാൻ പറ്റുമോ എന്നാണ് ജേക്സിനെ കാണാനെത്തിയ 2 പേർ ചോദിച്ചത്. അതായത് ശാസ്ത്രജ്ഞനായ തോമസ് ചെയ്തിരുന്ന ജോലി ജേക്സിനോട് ചെയ്യാൻ പറ്റുമോ എന്ന്. താൻ ഒന്നിനും കൊള്ളില്ല, തന്നെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള കുറ്റബോധത്തിൽ കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഓഫർ ജേക്സിനെ തേടി വരുന്നത്. അങ്ങനെ ജേക്ക് സുള്ളി ആ അസൈൻമെന്റ് ഏറ്റെടുക്കുന്നു. ജോലി സ്ഥലത്തേക്ക് അങ്ങനെ ജേക്സ് പുറപ്പെടുന്നു. ജോലി ചെയ്യേണ്ട സ്ഥലം പാൻഡോറ. അതിവിടെ അടുത്തൊന്നുമല്ല. ഭൂമിയിൽ നിന്ന് 6 വർഷം യാത്ര ചെയ്താണ് ജേക്സ് പാൻഡോറയിൽ എത്തുന്നത്. പക്ഷേ ഈ 6 വർഷം നീണ്ട ആകാശയാത്ര കഴിഞ്ഞ് പാൻഡോറയിൽ എത്തുന്ന ജേക്സിന് ഒരു നീണ്ട ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ തോന്നൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കാരണം ശരീരം പ്രായമാകാതെ, രോഗങ്ങൾ വരാതെ പ്രത്യേകമായി സജ്ജീകരിച്ച ബോക്സിനുള്ളിലാണ് ജേക്സിന്റെ ശരീരം ശാസ്ത്രജ്ഞരുടെ ടീം പാൻഡോറയിൽ എത്തിക്കുന്നത്. എന്താണ് ഈ പാൻഡോറ? ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റത്തിലെ പോളിഫോമസ് എന്ന ഗ്രഹത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന, താമസിക്കാൻ പറ്റുന്ന ഉപഗ്രഹമാണ് പാൻഡോറ. പാൻഡോറയിൽ അണപ്റ്റോണിയം എന്ന ഒരു ധാതു വലിയ അളവിലുണ്ട്. ഇതറിഞ്ഞിട്ടാണ് ഈ പ്രോജക്റ്റ് ശാസ്ത്രലോകം ചെയ്തു തുടങ്ങുന്നത്. ഈ ധാതു കുഴിച്ചെടുത്ത് ഭൂമിയിൽ കൊണ്ടുപോയി എനർജി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ഉദ്ദേശം. പാൻഡോറയിൽ നാവികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജീവി വിഭാഗമുണ്ട്. അവർക്ക് ശരിക്കും ഈ മൈനിങ്ങിനെ കുറിച്ചും മനുഷ്യരെ കുറിച്ചും മുൻ അനുഭവങ്ങളിൽ നിന്ന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായി അവരത്ര സുഖത്തിലല്ല. തക്കം കിട്ടിയാൽ ഇവരെ നാവികൾ ഉപദ്രവിക്കും. ഇങ്ങനെ ഒരു ഏകദേശ ഐഡിയ ഈ പാൻഡോറയെ കുറിച്ചും അവിടെയുള്ള ജീവികളെ പറ്റിയും ഈ മിഷന്റെ ടീം ലീഡർ ജേക്സിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇനി അറിയേണ്ടത് എന്താണ് ഇവിടെ ജേക്സിന്റെ റോൾ എന്നതാണ്. ജേക്സിനെ എന്തിനായിരിക്കും അവർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയത്? ജേക്സിന്റെ ജോലി ഒരു ഡ്രൈവർ ആവുക എന്നതായിരുന്നു, വാഹനങ്ങൾക്കല്ല, അവതാറുകൾക്ക്. എന്താണ് അവതാർ? മനുഷ്യൻ്റെയും നാവികളുടെയും DNA ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേക ശരീരമാണ് അവതാർ. കൺട്രോളിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നാവിയുടെ ശരീരത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇതുവഴി നാവിയുടെ ശരീരത്തിൽ ഈ മനുഷ്യനെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റും. നടക്കാം, ഓടാം, ചിന്തിക്കാം, ഭക്ഷണം കഴിക്കാം, ഉറങ്ങാം, അങ്ങനെ എന്തുമാവാം. ഈ അവതാർ ഡ്രൈവർ എന്ന പണിക്ക് ജേക്ക് സുള്ളിയുടെ മരിച്ചുപോയ ചേട്ടൻ തോമസ് സുള്ളിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതേ DNA ഉള്ള ആളില്ലെങ്കിൽ ആ അവതാർ ചലിക്കാൻ പറ്റാതെ നിന്നുപോകുമായിരുന്നു. അതുകൊണ്ടാണ് ജേക്സിനെ തന്നെ അവർ തിരഞ്ഞെടുക്കുന്നത്. ജേക്സ് വന്നതോടെ ഈ പ്രശ്നം സോൾവ് ആവുന്നുണ്ട്. ജേക്സിന്റെ DNA തോമസിനോട് മാച്ച് ആവുന്നതുകൊണ്ട് അവതാറിനെ ജേക്സിനും ഇനി മുതൽ ചലിപ്പിക്കാനാകും. അങ്ങനെ ജേക്സ് തയ്യാറാവുന്നു. അവതാർ ഡ്രൈവറായി ആദ്യ പരീക്ഷണം. ജേക്സിന്റെ മനുഷ്യ ശരീരം ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ആ മനസ്സ് അവതാർ ശരീരത്തിൽ ഉണരും. അരയ്ക്ക് കീപ്പോട്ട് തളർന്ന ജേക്സ് എഴുന്നേറ്റ് നടന്നിട്ട് കാലങ്ങളായല്ലോ. അവതാർ ശരീരത്തിൽ കയറിയതിന് ശേഷം ജേക്സ് സന്തോഷം കൊണ്ട് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. നടക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാവാം ജേക്സിന് വളരെ എളുപ്പത്തിൽ അവതാർ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ അവതാർ ഒരു ദിവസത്തെ നടത്തവും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് യഥാർത്ഥ ജേക്സ് അപ്പുറം ഉണരുന്നത്. ഈ സമയമാണ് തൻ്റെ റിയൽ ബോഡിക്ക് ആവശ്യമായ ഭക്ഷണവും ഉറക്കവും എല്ലാം ജേക്സ് കൊടുക്കേണ്ടത്. വീണ്ടും അവതാർ ബോഡിയിലേക്ക് പോകുന്ന ജേക്സിനെ നാവികളുടെ ലോകത്തേക്ക് അയക്കും. വിശാലമായ കാടും ഡ്രാഗണുകളും വ്യത്യസ്തങ്ങളായ മൃഗങ്ങളും ഒക്കെ നിറഞ്ഞ പാൻഡോറയെ ഒരു കുഞ്ഞിനെ പോലെ അയാൾ ആസ്വദിക്കും. ആദ്യമൊക്കെ നാവികൾ എതിർത്തെങ്കിലും അവർക്കിടയിൽ ഒരു സൗഹൃദം സൃഷ്ടിക്കാനും അവർക്കിടയിൽ നിന്ന് ഒരു ഇണയെ കണ്ടെത്താനും ഒക്കെ ജേക്സിനാവുന്നുണ്ട്. പതിയെ പാൻഡോറയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മനുഷ്യർക്കൊപ്പം ജേക്സിന് നിൽക്കാനാവില്ല എന്ന സാഹചര്യം വരും. പകരം മനുഷ്യരിൽ നിന്ന് നാവികളെ സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യവും അയാൾ ഏറ്റെടുക്കും. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരായ മനുഷ്യർ പതിയെ ജേക്സിന് ശത്രുക്കളാകും.
അവതാർ ബോഡിയിൽ തുടരാൻ പല തടസ്സങ്ങളും ഈ സമയം ജേക്സ് അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. സിനിമയുടെ അവസാനം മനുഷ്യരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന നാവികൾ അവരെ തിരികെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. പക്ഷേ ജേക്സ് പാണ്ടോറയിൽ തന്നെ തുടരും, മനുഷ്യനായിട്ടല്ല, നാവിയായിട്ട്. മനുഷ്യനായിരുന്ന ജേക്സ് ഉള്ളി മരിച്ചു. നാവിയായ ജേക്സ് ജനിക്കുന്നിടത്താണ് ആദ്യ ഭാഗം അവസാനിക്കുന്നത്. ജേക്സ് കണ്ണു തുറന്നത് രണ്ടാം ഭാഗമായ ദ വേ ഓഫ് വാട്ടറിലേക്കാണ്. ആദ്യ ഭാഗം കാടും മലകളുമായിരുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിൽ കാമറൂൺ ഒരുക്കി വെച്ചിരുന്നത് പാൻഡോറയിലെ തീരപ്രദേശമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് നാവികളെ പോലെ തന്നെ ശരീരപ്രകൃതിയിൽ നേരിയ വ്യത്യാസങ്ങളുള്ള മറ്റൊരു നാവി വർഗത്തെയായിരുന്നു.